അന്താരാഷ്ട്ര യോഗാ ദിനം ഏഴോം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭൂമി ഒരു ആരോഗ്യം ആരോഗ്യവുമായി ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോക്ടർ മജേഷ് സൂചിപ്പിച്ച പോലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതും അത് പ്രകൃതിയുമായി ചേർന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ക്ഷേമത്തിനപ്പുറം ആഗോളതലത്തിൽ പാരിസ്ഥിതിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിച്ച ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ദിനാചരണം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിന്റെ ആഴം പലപ്പോഴും വലിയ വ്യാപ്തി വലിയതാണ്. നമ്മൾ സാധാരണഗതിയിൽ ഈ യോഗ എന്ന് പറയുന്നത് മിക്കവാറും ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഏഴോം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രീത പി വി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ആവശ്യത്തിന് വെള്ളം ലഭിക്കലാണ്, അതുപോലെ തന്നെ ശുദ്ധവായു ശ്വസിക്കലാണ്, അതുപോലെ നമ്മുടെ അന്തരീക്ഷം കൂടി നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. നമ്മുടെ നൈബേഴ്സ്, സഹകരണ ജനങ്ങൾ, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി അനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സുലോചന, വാർഡ് മെമ്പർ കെ വി രാജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു വി, ജില്ലാ സാക്ഷരതാ സമിതി അംഗം വി ആർ വി ഏഴു, യോഗ പരിശീലകൻ ആർ വി ചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. ഡോക്ടർ ഭാവന എം വി യോഗ പരിശീലനത്തെക്കുറിച്ച് ക്ലാസ് നൽകി. യോഗ എത്രമാത്രം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കൂടെ ആരോഗ്യം ലഭിക്കുന്ന രീതിയിലാണ് നമുക്ക് യോഗ എന്ന് ലഭിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന ചേതന യോഗ ക്ലബ് മോറാഴയും യോഗ ക്ലബ് ശാസ്ത്ര പഴയങ്ങാടിയും യോഗ പ്രദർശനം നടത്തി. CDS ചെയർപേഴ്സൺ ലത എം കെ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് മീഡിയ ന്യൂസ് ഏഴോം.